ഓം അജ്ഞാനതിഗ്രന്ഥസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനാമിനെ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനാമിനെ. നമസ്തേ സരസ്വതേ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു ശൂദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതുപോലെ എല്ലാവരും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂടാതെ ഇന്ന് നല്ലൊരു ദിവസം, എല്ലാവർക്കും നല്ല സന്തോഷകരമായ ആനന്ദകരമായ ഒരു വർഷം, ആനന്ദകരമായ വിഷുവും അതോടൊപ്പം ഞാൻ നേരുന്നു. ഹരേ കൃഷ്ണ. നമ്മളെല്ലാവരും ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. വിഷുവിനെ കാരണക്കാരനാരാണ്? ഹരേ കൃഷ്ണ. ഉത്സവമാണ് കേട്ടോ മാതാജി. നല്ലതായിട്ട് അത് അവിടുത്തെ ഉത്സവം എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി അവിടുത്തെ ഉത്സവം കുട്ടികളുടെ സന്തോഷപ്രദമായ ഒരു ദിവസം നടന്നു പോകാനുള്ള ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ. കൃഷ്ണ. എപ്പോഴാ പ്രഭു, എപ്പോഴാ സമയം? 9:30 കുട്ടികളുടെ പരിപാടി തുടങ്ങിയ വൈകുന്നേരം 5:30 വരെ നോൺ സ്റ്റോപ്പ് പ്രോഗ്രാമാണ്. സ്കൂൾ കുട്ടികളാണോ? സ്കൂൾ കുട്ടികള് പ്ലസ് ആൾക്കാരുണ്ട്, വലിയ ആൾക്കാരുണ്ട്. ശരി, നല്ല കുട്ടികളെ വരുമ്പോ നല്ല ഇതായിരിക്കും, നല്ല രസമായിരിക്കും. ഹരേ കൃഷ്ണ. നമ്മൾക്ക് ഇന്ന് വിഷുവാണ്. ഈ വിഷു നമ്മളിന്ന് ഒരുങ്ങുന്നു. യഥാർത്ഥത്തിൽ ഈ വിഷു ഒരുങ്ങാൻ കാരണം എന്താണ്? ആർക്കെങ്കിലും അതിനെ കുറിച്ച് പറയാമോ? ആരാണ് ഈ വിഷു ഒരുങ്ങാനുള്ള ഒരു ഐഡിയ നമ്മളിലേക്ക് തന്നത്? എല്ലാരും പറയും ഭഗവാൻ തന്നെയാണെന്നല്ലേ. പക്ഷെ നമ്മുടെ ഭഗവാന്റെ അവതാരമായ ആരാണ്? പരശുരാമൻ. പരശുരാമൻ കാരണമാണ് നമുക്ക് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിഷു എല്ലാം ഇതൊരു വർഷത്തെ നമ്മളിന്ന് വിഷു ഒരുങ്ങുന്നത് ഒരുങ്ങുന്ന അങ്ങനെ അല്ലെങ്കിലും ഒരു വർഷത്തെ എല്ലാവിധ നമ്മുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് അന്നത്തെ കാലത്ത് കർഷകരായിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന എല്ലാ വസ്തുക്കളും ഭഗവാൻ സമർപ്പിക്കാൻ പറഞ്ഞു. അതിന്റെ കഥ വേറെ ഉണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം. ശശി പ്രഭു ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് വിഷു വെക്കുമ്പം നമ്മൾ ഓർത്തിരിക്കണം ഭഗവാന്റെ അവതാരത്തെയും പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ വിഷ്ണിക്കണം. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാനെ പൂജ ചെയ്യുന്ന അവസരത്തിലും നമ്മൾ ഓർത്തിരിക്കണം. വിഷ്ണുവിനും അതുപോലെ ശിവനും ഒക്കെ പൂജ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മള് ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടായിരിക്കേണ്ടത്? നമ്മൾ ഭഗവാൻ വിളക്ക് കൊളുത്തുന്നു, ഭഗവാൻ പൂജ അർപ്പിക്കുന്നു, തിരി ഒഴിയുന്നു. ഇതൊക്കെ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തയോടുകൂടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങളൊക്കെ എങ്ങനെയാണ് ആ സമയത്ത് ചിന്തിക്കുക? ഹരേ കൃഷ്ണ മാതാജി. സർവം കൃഷ്ണ നമസ്തേ. ഹരേ കൃഷ്ണ. മനസ്സിലുണ്ടാവണേന്ന് പ്രാർത്ഥിക്കും.
അതെല്ലാം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് തരണേ എന്ന് ആവർത്തിക്കുന്നതിന് പകരം നമ്മളെ എന്ത് ചെയ്യണം? ഞാൻ ആരാണ് എന്ന രീതിയിൽ, ഞാൻ അങ്ങേക്ക് ഇന്ന് സേവ ചെയ്യാൻ അങ്ങയുടെ മുന്നേ നിൽക്കാനുള്ള ശക്തി അങ്ങ് എനിക്ക് തന്നു, ഒരു തിരിയെങ്കിലും വെക്കാനുള്ള ശക്തി അങ്ങ് എനിക്ക് തന്നു. അപ്പോൾ നമ്മള് ആരാണ്? സ്വയം ഭഗവാന്റെ സേവകനായിട്ടാണ് ഞാനിവിടെ അങ്ങയ്ക്ക് വേണ്ടി സേവ ചെയ്യാൻ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു മനസ്സോടുകൂടി വേണം നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നിൽക്കാനായിട്ട്. അപ്പൊ ആ ഒരു അങ്ങയുടെ ശാശ്വത സേവകനാണ് ഞാനൊരു ആത്മാവാണ്, എനിക്കൊരിക്കലും നാശമില്ല. അപ്പൊ എന്താണ്? അങ്ങയുടെ ശാശ്വത സേവകനായിട്ട് ഞാൻ ഇന്ന് ഏത് രീതിയിലെങ്കിലും ഉണ്ടാകണം. ആ ഒരു എപ്പോഴും എനിക്ക് അവിടത്തേക്ക് സേവ ചെയ്യാനുള്ള അവസരം തരണം. ആ ഒരു ഇത് ഭഗവാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പം ഒരു ആ ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാം ഇപ്പൊ മാതാജിമാർ പറഞ്ഞ ഒക്കെ ശരി തന്നെ. എന്നിരുന്നാണ് ഇതിലും അപ്പൊ ആ ഓർമ്മ വെച്ചുകൊണ്ട് വേണം, ഈ മൂർത്തി മറ്റാരുമല്ല, എന്റെ ഹൃദയത്തിൽ നിൽക്കുന്ന ആ മൂർത്തി തന്നെയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ചിന്തയോടുകൂടി വേണം നമ്മള്, ആ ഓർമ്മയോടുകൂടി വേണം നമ്മൾ ആരാധനയിൽ മുഴുകാനായിട്ട്. അപ്പൊ നമ്മൾ പറയും പല പല വസ്തുക്കൾ ഉപയോഗിച്ചൂടാ, ചിലത് ഉപയോഗിക്കാം എന്നൊക്കെ ചില ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ. അപ്പം വിഷ്ണുവിനെ ആരാധിക്കാന് നമ്മൾ ചിലര് കൊണ്ടുപോകും, അക്ഷത വെക്കാറുണ്ട്. അതിലെ ഈ പാർലി മണി അത് ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഭാഗവതം പറയുന്നു. പാർലി മണി ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, അക്ഷതം വെക്കുകയാണെങ്കിൽ. അതുപോലെ മഹാദേവനെ ആരാധിക്കുന്നവർക്ക് കേതകി പുഷ്പങ്ങളും വെക്കാൻ പാടില്ല. ഭഗവാനും പ്രത്യേകം പറയുന്നതാണ്, ഭാഗവതം പ്രത്യേകം പറയുന്നതാണത്. യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മള് പല കാര്യങ്ങളും നമ്മളിപ്പോ ഒരുപാട് പുഷ്പം എടുക്കുമല്ലോ ഭഗവാൻ വെക്കാനായിട്ട്. മഞ്ഞപ്പൂക്കളാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. എന്നാലും നമ്മൾ എടുക്കുമ്പം അത് ഉണ്ടാകണം. ന അക്ഷതൈർ അർച്ചയേത് വിഷ്ണു ന കേതക്യാ മഹേശ്വരം എന്ന് ഭാഗവതം പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ്? ന അക്ഷതൈർ അർച്ചയേത് വിഷ്ണു, വിഷ്ണുവിനെ അർച്ചന ചെയ്യാനായിട്ട് ന അക്ഷതൈർ, ആ ബാർലി മണിയുടെ ബാർലി ഉപയോഗിച്ച് ചില ചെയ്യും. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അത് ഉപയോഗിക്കാൻ, ഫുൾ ബാർലി ഉപയോഗിക്കാൻ പാടില്ല. ന അർച്ചയേത് വിഷ്ണു ന കേതക്യ മഹേശ്വരൻ. ഇനി മഹേശ്വരനെ പൂജിക്കുന്നവരാണെങ്കിൽ കേതകി പുഷ്പങ്ങൾ ഒട്ടുമേ അവിടെ പാടില്ല. അത് പ്രത്യേകിച്ച് ഓർക്കണം. അത് ഭാഗവതം പറയുന്നതായതുകൊണ്ടാണ് ഞാനത് ഓർത്തത്. അപ്പം വിഗ്രഹാരാധന എന്ന് പറയുമ്പം നമ്മൾ ഭഗവാനെ വെച്ചിട്ട് ഭഗവാന്റെ മുന്നിൽ ആരാധന ചെയ്യുന്ന അവസരത്തില് അതിന്റെ അടിസ്ഥാന തത്വം എന്താണ്? ഞാൻ ഭഗവാന്റെ എന്താണ് ആ ഒരു ശാശ്വത സേവകനായതിനാൽ അവിടുന്ന് അഭിന്നനാണ് എന്ന് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ നമുക്കിപ്പോ അറിയാം അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു അഗ്നിയുടെ നേരിയ സ്ഫുലിംഗം എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം എൻ്റെ ഹൃദയത്തിൽ അങ്ങുണ്ട് എന്ന ആ ചിന്തയോടുകൂടി, അപ്പം അവിടെ നിൽക്കുന്ന അവസരത്തിലെങ്കിലും നമ്മുടെ ചിന്ത ആ ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയുടെ എന്താണ് ഒരു അഗ്നിയുടെ സ്ഫുലിംഗം മാതിരി ഞാൻ അങ്ങയുടെ ഒരു അംശം മാത്രമാണെന്നും ആ പൂജ ചെയ്യുന്ന അവസരത്തിലെങ്കിലും ആ ചിന്തയോടുകൂടി വേണം നാം ആരാധിക്കാൻ എന്ന് പ്രത്യേകം 11-ാം സ്കന്ധമാണ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ ഹൃദയത്തിലും അങ്ങ് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഉണ്ടാകണം. അതുപോലെ നമ്മൾ പൂജ കഴിഞ്ഞ് ഇന്ന് ഇറങ്ങി വരുന്ന അവസരത്തില് എന്തെങ്കിലും പുഷ്പം നമ്മൾക്ക് ഭഗവാൻ അർച്ചിച്ചതിന്റെ അർച്ചന കഴിഞ്ഞിട്ട് ആ തട്ടിൽ കിടക്കുന്ന ഒരു അല്പ പുഷ്പം എന്തെങ്കിലും ഒന്നെടുത്ത് നമ്മുടെ പുരുഷന്മാരാണെങ്കിൽ ചെവിയുടെ ഭാഗത്ത് വെക്കും, സ്ത്രീകളാണെങ്കിൽ മുടിയിൽ വെക്കാം. അപ്പൊ ഭഗവാനെ അർച്ചിക്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് പറയുന്നതാണ്. ഇപ്പൊ അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നോട് ഇന്ന് വിഷുവായതുകൊണ്ട് നമ്മളെ ഭക്തന്മാരെ ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു, പല കാര്യങ്ങളും പറഞ്ഞു. അർച്ചാവതാരം എന്തിനാണ് എന്നുള്ളത് നമ്മൾ കേട്ടതാണ്. എന്തിനു വേണ്ടിയാണ് അർച്ചാവതാരം? ഭഗവാൻ എന്തിനാണ് നമുക്ക് അർച്ചാവതാരം തന്നത്? ഭഗവാനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവർക്ക്, ഭഗവാനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാത്തവർക്ക് എന്ത് ചെയ്യാനാണ്? ഭഗവാനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നവാഗത ഭക്തരോടുള്ള കാരുണ്യം കാണിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ അർച്ചാവതാരം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഭഗവാൻ നമ്മുടെ മുമ്പിലുണ്ട് എന്ന ചിന്ത വരുത്തുക എന്ന ഉദ്ദേശമാണ് അതിനുള്ളത്. ഹരേ കൃഷ്ണ. നമുക്കിനിയും അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗത്തേക്ക് പോകാം.
ഹരേ കൃഷ്ണ. പ്രഥമ സ്കന്ധം 18-ാം അധ്യായം ശ്ലോകം എത്രയായിരുന്നു നമ്മൾ എടുത്തത്? 24-ാമത്തെ ശ്ലോകം എടുക്കാൻ തുടങ്ങി അല്ലേ? വായിച്ചു 24. യഥാർത്ഥത്തിൽ ഇവിടെ കഥ തുടങ്ങുകയാണ്. ഭാഗവതം വരാനുള്ള കഥ അല്ലേ? ഭഗവത്ഗീത വരാൻ അർജുനൻ കാരണമായതുപോലെ ഇവിടെ ഭഗവാൻ ആർക്ക് കാരുണ്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. നമ്മൾ ആ ശ്ലോകം വായിച്ചിരുന്നു. ഹരേ കൃഷ്ണ. ആരെങ്കിലും ആ ശ്ലോകം ഒന്ന് വായിക്കൂ. ഇല്ലയോ ആരെങ്കിലും ഈ പുസ്തകം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോട്ടെ? വായിച്ചോളൂ. ഗുരുഭ്യോ നമോ ഭഗവതേ വാസുദേവായ. ഏകദാ ധനുരുദ്യമ്യ വിചരൻ മൃഗയാം വനെ മൃഗാനനുഗതാഃ ശ്രാന്താശുദീതസ്തൃഷിതോ ഭൃശം ജലാശയമചക്ഷാണാം പ്രവിവേശ തമാശ്രമം ദദർശ മുനിമാസീനം ശാന്തം മിലിതലോചനം. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ശാന്തം മീലിതലോചനം അടഞ്ഞ കണ്ണ്, മീലിതലോചനം. ഹരേ കൃഷ്ണ. ഏകദാ ധനുരുദ്യമ്യ വിചരൻ മൃഗയാം വനേ മൃഗാനനുഗതശ്രാന്ത ശ്രുതിതസ്തൃഷിതോ ഭൃശം ജലാശയമജക്ഷാണ പ്രവിവേശതമാശ്രമം ദദർശ മുനിമാസീനം ശാന്തം മീലിതലോചനം. അപ്പം അവിടെ നമ്മൾ കണ്ടത്, നമ്മൾ വേർഡ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. വിവർത്തനവും വായിച്ചായിരുന്നു. വിവർത്തനം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഒരിക്കൽ പരീക്ഷിത് മഹാരാജാവ് വനത്തിൽ മൃഗയാവിനോദത്തിൽ ഏർപ്പെട്ടിരിക്കെ കലമാനികളെ പിന്തുടർന്ന് അത്യന്തം പരിക്ഷീണനായി തീരുകയും അതികഠിനമായ വിശപ്പും ദാഹവും കൊണ്ട് ധ്യാനനിരതനായിരുന്ന ശമീക ഋഷിയെ അദ്ദേഹം ദർശിച്ചു. അത്രയും വരെയാ നമ്മൾ പറഞ്ഞു നിർത്തുക. ഭാവാർത്ഥമാണ്. അതേക്കുറിച്ച് നമുക്ക് പറയാം. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതശ്രീമത്തേ ഭക്തിവേദാന്ത സ്വാമി നാമിനി നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മൾ കാണുന്നു, ഭഗവത്ഗീത നമ്മളെ എടുത്തപ്പം നമ്മൾ കണ്ടു എങ്ങനെയാണ് അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ എന്തെല്ലാം പണിയാണ് അവിടെ ചെയ്തതെന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഇവിടെയും നമ്മൾ അപ്പം ഭഗവത്ഗീത വരാൻ വേണ്ടിയിട്ട്, ഭഗവത്ഗീത നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ എടുത്ത മാർഗം അവിടെ കണ്ടു. ഇവിടെ ഭഗവത്ഗീത നേരത്തെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൂടാതെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഭഗവത്ഗീതയെ എത്തിച്ചു ഭഗവാൻ. അങ്ങനെ ഇവിടെയും ഭാഗവതം അതുപോലെ എത്തിക്കണമല്ലോ. അതിന് ഭഗവാന് എന്താണ് ഒരു അത്യധികമായ ഒരു കാര്യമാണ് അവിടെ ചെയ്തത്. എന്താണ്? അതിനോടൊപ്പം തന്നെ ഭഗവാന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയണ്ടേ, സ്വഭക്തരെ തന്റെ അടുത്തേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകാനായിട്ട് മംഗളകരമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ പരിശുദ്ധ ഭക്തരോടെ അത്യന്തം കരുണയുള്ളവനാണ് പരമപുരുഷൻ. അപ്പം നമ്മൾക്കത് തോന്നുമ്പോൾ, നമ്മൾക്ക് ആ കഥ കേൾക്കുമ്പോഴും മറ്റും അയ്യോ അത് വളരെ ഇതായിപ്പോയി, കഷ്ടമായി പോയി, ഇത്രയും നല്ല ഭക്തനായിട്ട് ഇങ്ങനെയാണോ സംഭവിച്ചത്, അയ്യോ ഭയങ്കര കഷ്ടമായി പോയി എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ആ ഭക്തൻ ഒരിക്കലും അത് തോന്നത്തില്ല. അതുപോലെ ഭഗവാൻ ഏതെല്ലാം വിധത്തിലാണ് ഭക്തന്മാരെ തന്റെ അടുത്തേക്ക് വിളിക്കുന്നത് എന്നുള്ളത് നമുക്കറിയുകയുമില്ല. അത് ഭക്തന്റെ മനസ്സിനെ ഒട്ട് ബാധിക്കുകയുമില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പരീക്ഷിത് മഹാരാജാവ് പരിശുദ്ധനായ ഒരു ഭക്തനായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിനെ വനത്തിൽ പോയി നായാട്ടിന് പോയ അവസരത്തില് അവിടെ അതികഠിനമായ വിശപ്പോ ദാഹമോ ഒക്കെ അനുഭവപ്പെടാൻ യാതൊരു കാരണവും ഇല്ല. യഥാർത്ഥത്തിൽ അതങ്ങനെ ഭഗവാന്റെ ഇച്ഛയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരു ഭഗവത് ഭക്തൻ ശാരീരിക അവശതകൾ വന്നാലും, ഇപ്പൊ നമ്മൾ വെറും ഭഗവത് ഭക്തരൊന്നും ആയിട്ടില്ല, ആകാനായിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും ശരിയാ. എന്നാൽ പോലും
നമുക്ക് ഏകാദശി നോക്കുന്ന ദിവസം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമ്മൾ അധികം അയ്യോ വിശക്കുന്നോ അല്ലെങ്കിൽ ദാഹിക്കുന്നോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ മനസ്സിൽ വന്നാൽ പോലും നമുക്ക് വരും, എന്നാലും വന്നാൽ പോലും നമ്മൾ അതിനെ മാറ്റിമറിക്കാൻ വേണ്ടി ഭഗവാനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ അത് അല്ല, നമ്മളെ പോലെ അല്ല, ഒരു ഭഗവത് ഭക്തനാണ് ശരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തൻ ഒരിക്കലും ഇങ്ങനെ ഒരു വിശപ്പോ ദാഹമോ അവിടെ വരേണ്ടതായ യാതൊരു കാരണവും ഇല്ല. എന്നാൽ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ശുദ്ധഭക്തർ പോലും ലൗകികമായ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു പരിത്യജിക്കാൻ വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി എന്തെല്ലാം കർമ്മ, അവിടെ ഭഗവാന്റെ പരിപാടി എന്താണ്, ഭഗവാന്റെ ഇരിപ്പ് എന്താണ് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. ഭഗവത് സന്നിധിയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനെ അപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു യോഗ്യത പ്രാപ്തമാക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങതിനു വേണ്ടി അവനെ എല്ലാവിധ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മുക്തരാക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഇവിടെ പല ഭക്തന്മാരും കഥകളിൽ നമുക്കറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരു വിശപ്പോ ദാഹമോ ഒന്നും അവരെ അവരെ അതിനെ എല്ലാം അതിജീവിച്ചവരാണ് ഭഗവത് ഭക്തന്മാരെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഈ ലൗകിക ബന്ധനത്തിൽ നിൽക്കുന്നവരെ തിരിച്ചു കൊണ്ടുപോകണം. അപ്പൊ ചിലരൊക്കെ എങ്ങനെയാണ്, ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ, പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമായ അല്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ ശരീരത്തെ ഏത് സമയത്താണ് ഒരു ശുദ്ധഭക്തന്റെ ഈ ശരീരം ഏത് സമയത്താണ് മാറുന്നത്, ആത്മീയമായി മാറുന്നത് എന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മളൊരിക്കലും അതേക്കുറിച്ച് ചിന്തിക്കുകയും പറ്റരുത്. പക്ഷേ ഭഗവത് ഭക്തനെ സംബന്ധിച്ചാണ് പറയുന്നത്, പരിശുദ്ധ ഭക്തനെ സംബന്ധിച്ചാണ് പറയുന്നത്. പരിശുദ്ധ ഭക്തന്റെ ശരീരം ഏത് സമയത്ത് ആത്മീയമായി മാറുന്നു, അങ്ങനെ ആത്മീയമായി മാറി തിരിച്ചു പോയവരുണ്ട്. ആ കഥകളും നമുക്കറിയാം. ആരുണ്ടത്? അങ്ങനെ ആർക്കൊരു എക്സാമ്പിൾ പറയാമോ? യഥാർത്ഥത്തിൽ വൈകുണ്ഠത്തിലേക്ക് എത്തുന്നതിന് ഈ പഞ്ചഭൂത ശരീരങ്ങൾ കൊണ്ട് കഴിയുകയില്ല. ആരെയാണ് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ. ആരെയാണ് കൊണ്ടുപോയത്? ഭഗവാൻ വന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ ശരീരം കൊണ്ട് എന്തായാലും അവിടെ പോകാൻ പറ്റത്തില്ല. അതെ, പൂന്താനം. പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് എത്ര ഭക്തന്മാരുണ്ടെന്നറിയാം. കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. അതുപോലെ അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളവര് മഹാരാഷ്ട്രയിലെ 5-6 ഭക്തന്മാർ അതുപോലെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് പൂന്താനം കേട്ടിട്ടുണ്ട്. പിന്നെ വില്വമംഗലം എങ്ങനെ പോയി എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ അവരെയൊക്കെ ആത്മീയ ശരീരമാക്കി മാറ്റുന്നു. നമ്മൾ കണ്ടാൽ നമ്മുടെ ഈ പിന്നെ ആരാണ്, ഋഷഭദേവനെ കുറിച്ച് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആത്മീയ ശക്തിയായി മാറുന്നു എന്ന് പോലും അറിയത്തില്ല. അവർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അവരുടെ ജീവിത രീതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ല. പക്ഷെ അവർ എന്തോ ധർമ്മപുത്രരുടെ ശരീരം ആത്മീയമാക്കിയാണോ കൊണ്ടുപോയത്? അതെവിടെ തന്നെയാണ് പോയതെന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് അതേക്കുറിച്ച് ആത്മീയമായിരുന്നോ എന്ന് എനിക്കറിയില്ല. അവര് ഭഗവാന്റെ പാർഷദരായിരുന്നില്ലേ അവരൊക്കെ? അവര് പാർഷദർക്ക് അവിടെ വരുന്നില്ല. നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ജീവിച്ച് ശുദ്ധഭക്തരായി തീർന്നതിന് ശേഷം സർവ്വവിധ നമ്മുടെ മനസ്സിലെ ഈ ഭൗതികതയെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരമാണ് ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിൽക്കുന്നത്. ആ സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിനെ ഭഗവാൻ തന്നെ ആത്മീയമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എനിക്ക് മറ്റേ കഥ എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് കൊണ്ടുപോയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല ഭഗവത് പാർഷദന്മാർക്ക് അങ്ങനെ വേണമെന്ന് തോന്നുന്നില്ല. എന്തോ ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ലൗകിക ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭക്തൻ ലൗകിക വ്യാപാരങ്ങളിൽ അത്യന്തം എപ്പോഴാണോ അതിൽ ആകർഷിതനാകുന്നോ അപ്പോൾ ലൗകിക കാര്യങ്ങളിൽ അവന് വിരക്തി വരുത്തുവാനായി ഭഗവാൻ അതിന് ഉതകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിന് ആ വിരക്തി വന്നെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ടുപോകാൻ പറ്റൂ. അതിനുള്ള സാഹചര്യമാണ് ഇവിടെ ഭഗവാൻ ഉണ്ടാക്കിയത്. ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതനാണെങ്കിൽ പോലും ഭഗവാൻ തന്റെ പരിശുദ്ധ ഭക്തനെ ഒരിക്കലും വിസ്മരിക്കില്ല. ചിലപ്പോഴൊക്കെ ഭക്തനെ അസന്തുഷ്ടകരമായ അവസ്ഥകൾ സൃഷ്ടിക്കും. അത് ഭഗവാൻ അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്.
അപ്പം നമ്മളെല്ലാം വിചാരിക്കും അത് ക്ലേശകരമാണെന്ന്. അത് ഇവിടെ ശ്രീലപ്രഭാതത്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പുസ്തകമുള്ളവർ അത് വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പൊ നമ്മൾ കുടുംബബന്ധത്തിന്റെ മായിക വലയത്തിൽ കിടന്ന് ഇങ്ങനെ വലയുന്ന അവസരത്തില് നമ്മളെ അതിൽ നിന്ന് മാറ്റിയെടുക്കണമല്ലോ. അതിന് ചെറിയൊരു ഇഞ്ചക്ഷൻ തന്നാൽ പറ്റില്ല, നമ്മളത് മാറത്തില്ല. ചെറിയൊരു ഇഞ്ചക്ഷൻ കൊണ്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് നല്ല ഒരു ഇഞ്ചക്ഷൻ തരേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് നമ്മളെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ ഇവിടെ അർജുനനെ കുറിച്ച് അറിയാം. അർജുനനും കുടുംബ ബന്ധങ്ങളുടെ മായിക വലയത്തിൽപ്പെട്ട് ഞാൻ അവരെ കൊല്ലത്തില്ല ഇവരെ കൊല്ലത്തില്ല, എന്താണ് ചാടി വരികയാണ്, ഞാൻ എല്ലാവരെയും കൊന്ന് ജയിപ്പിച്ച് എന്റെ രാജ്യത്തെ വീണ്ടെടുക്കുമെന്ന് പറഞ്ഞ് വന്ന ആളതാ പറയുന്നു, ഞാൻ അവരെ കൊല്ലില്ല ഇവരെ കൊല്ലില്ല, ഞാൻ അത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, വനത്തിൽ പൊക്കോളാം, അതാ ഇതാ മറ്റേതാ മറിച്ചതാ, ഭഗവാൻ ഒന്നും അറിഞ്ഞുകൂടാത്ത രീതിയിൽ. അത് നമുക്ക് വേണ്ടി അർജുനൻ പറയുകയാണ് ഇതൊക്കെ. അപ്പൊ നമ്മുടെ സ്വഭാവമാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ഭഗവത്ഗീത നമുക്ക് വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ശുകദേവ ഗോസ്വാമിയാൽ ശ്രീമദ് ഭാഗവതം ഉപദേശിക്കപ്പെടാൻ ഒരു കാരണമായിട്ട് ഇത് ഭവിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഭാഗവതം നമുക്ക് വന്നത് 2 രീതിയിൽ നമുക്ക് ഭാഗവതം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് പറയാമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. 2 രീതിയിലാണ് നമുക്ക് ഭാഗവതം ലഭിച്ചിട്ടുള്ളത്. ആദ്യം എങ്ങനെയാണ്? ഗോസ്വാമി ഉപദേശിക്കുന്നത് പരീക്ഷിത് മഹാരാജന്. പിന്നെ ശുകദേവ ഗോസ്വാമിക്ക് എവിടുന്ന് കിട്ടി? വ്യാസഭഗവാൻ എവിടുന്ന് കിട്ടി? നാരദ മഹർഷി പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. നാരദ മഹർഷിക്ക് എവിടുന്ന് കിട്ടി? ബ്രഹ്മദേവൻ എവിടുന്ന് കിട്ടി? ഭഗവാൻ തന്നെ നേരിട്ടോ. അപ്പൊ അത് തിരിച്ചൊന്ന് പറഞ്ഞേ. ഭഗവാൻ ബ്രഹ്മദേവനോട് നാരദ ഋഷിക്ക് ഉപദേശിച്ചു. നാരദ ഋഷി വ്യാസഭഗവാന് വിഷമം ഉണ്ടായ അവസരത്തിൽ ആര് പറഞ്ഞു കൊടുത്തു? മാനസികമായ വൈക്ലഭ്യം ഉണ്ടായപ്പോൾ നാരദര് പറഞ്ഞു കൊടുത്തായിരുന്നു അല്ലെ? അപ്പൊ ഭഗവാന് ബ്രഹ്മദേവൻ ഉണ്ടായി കേട്ടു അല്ലെ? അത് കഴിഞ്ഞിട്ട് ആ 4 ശ്ലോകങ്ങൾ എന്ത് ചെയ്തു? ഭഗവാൻ 4 രീതിയിൽ ഭഗവാൻ ബ്രഹ്മദേവന്റെ മനസ്സിലേക്ക് അത് പകർന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ബ്രഹ്മദേവനിലേക്ക് ആദ്യം ഭഗവാൻ ബ്രഹ്മദേവന് കൊടുക്കുന്നുണ്ട്. ബ്രഹ്മദേവൻ അത് തന്റെ പുത്രന് കൊടുത്തു. ആരാണ് പുത്രൻ? ആരാണ്? ബ്രഹ്മദേവന്റെ പുത്രൻ നാരദരത് വ്യാസദേവന്റെ കൺഫ്യൂഷൻ ഉണ്ടായപ്പം വ്യാസദേവന് കൊടുത്തു. വ്യാസദേവൻ ശുകദേവ ഗോസ്വാമിക്ക് കൊടുത്തു. ശുകദേവ ഗോസ്വാമി അത് പരീക്ഷിത് മഹാരാജാവിന് കൊടുത്തു. പരീക്ഷിത് മഹാരാജാവിന് കൊടുത്തുകൊണ്ടിരുന്ന സമയത്തിൽ സൂത ഗോസ്വാമി കേട്ട് പഠിച്ചു. അതാണല്ലോ പ്രയോജനപ്രദമാകുന്നത് നമുക്ക്. അപ്പം സൂത ഗോസ്വാമി അത് പിന്നീട് നൈമിശാരണ്യത്തിലെ അവിടെ കൂടിയ മുനിമാർക്ക് കൊടുക്കുന്നു. ഇനിയും വേറെ ഉണ്ടല്ലോ, വേറെ രീതിയുണ്ട്. ആരാണെന്നറിയാമോ? സംഘർഷണ ഭഗവാൻ ഓലോക വൃന്ദാവത്തിൽ നിന്ന് സംഘർഷണ ഭഗവാൻ ആർക്ക് കൊടുത്തു? സനകാദികൾക്ക്. സനത്കുമാരന്മാർക്ക് കൊടുക്കുന്നവര് 4 പേരും സനാതനൻ സനൽകുമാരാഖ്യൻ അല്ലെ? ആ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ അവർക്ക് കൊടുക്കുന്നു. അത് പിന്നെ ആർക്ക് കിട്ടുന്നു? സാഖ്യായന മുനിക്ക് കിട്ടുന്നു. സാഖ്യായന മുനി അത് ആർക്ക് കൊടുക്കും? മൈത്രേയനും. അപ്പം അങ്ങനെ ഭാഗവതം നമ്മൾക്കിവിടെ കിട്ടിയാണ്. നമ്മുടെ ഈ പാഠം ഈ ഒരു കുറച്ച് ദിവസമായിട്ട് നമ്മൾ 4 യുഗങ്ങളെ കുറിച്ചും 4 യുഗങ്ങളിലെ പ്രധാന കാര്യങ്ങളെ കുറിച്ചും എല്ലാം പഠിച്ചു കഴിഞ്ഞ് നമ്മൾ കടന്നുപോയി. അപ്പം 4 യുഗങ്ങൾ എന്തൊക്കെയാണ്? 4 യുഗത്തിലെ പ്രാധാന്യം എന്തിനൊക്കെയായിരുന്നു? ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞ് എല്ലാവരും. ആരെങ്കിലും പറഞ്ഞു? സത്യയുഗത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്തൊക്കെ ഉണ്ടായിരുന്നു സത്യയുഗത്തിൽ? സത്യം, ദയ, ശൗചം. സത്യം, ദയ, തപസ്, ശൗചം, ഇത്രയും ഉണ്ടായിരുന്നു. അതിൽ 1 കുറഞ്ഞു. ഏത് യുഗത്തിലെ? ത്രേതായുഗത്തിലെ. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടായി? ആയുസ്സും അങ്ങനെ തന്നെ. ആയുസ്സിന് വേറൊരു ലക്ഷ്യം. ഇത് ഞാൻ യുഗത്തിലെ പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ് പറഞ്ഞത്. കാലുകളെ, ധർമ്മത്തിന്റെ 4 കാലുകളെ കുറിച്ചാണ് പറയുന്നത്. ആയുസ് ധർമ്മത്തിന്റെ 4 കാലുകളായിരുന്നു. എന്തേ? തപസ്, സത്യം, ദയ, ശൗചം. അപ്പൊ അവിടുന്ന് സത്യയുഗം കഴിഞ്ഞ ത്രേതായുഗത്തിൽ വന്നപ്പോഴത്തേക്ക് അവിടെ പിന്നെ എന്തേ ഉള്ളൂ?
ദയുണ്ട്, തപസ്സുണ്ട്, പിന്നെന്തുണ്ടായിരുന്നു? സത്യവും ഉണ്ടായിരുന്നു. സത്യം. പിന്നെ ദ്വാപരയുഗം വന്നപ്പോഴത്തേക്ക് അവിടെ 2 ഉണ്ടായുള്ളൂ. കാലുകൾ 3 ഒടിഞ്ഞു. ഈ കാലുകൾ 2 ഒടിഞ്ഞു. പിന്നെ 2 ഉള്ളൂ. എന്തൊക്കെയാണത്? സത്യവും ദയയും. മേഴ്സി. കലിയുഗമായപ്പോഴേക്കോ 3 കാര്യം പോയി നിൽക്കുന്നു ഇല്ലേ? 3 കാര്യം പോയി ധവള രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്താണ്? ആരെ നിൽക്കുന്നെന്ന് പറഞ്ഞു? ധർമ്മത്തിന്റെ ആരാ വന്നേ? ആരാ നിൽക്കുന്നില്ല? ധർമ്മരാജാവ്. കാളയുടെ രൂപത്തിൽ കാളയുടെ രൂപത്തിൽ രൂളയുടെ രൂപത്തിൽ നിൽക്കുന്നു. ഭൂമിദേവി കരഞ്ഞുകൊണ്ടും നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആയുസാണെങ്കിലും ഇപ്പൊ മാതാജി പറഞ്ഞതുപോലെ എന്താണ്? 1,00,000-ൽ നിന്ന് എത്രയായി? 10,000-മായി, 1000-മായി, പിന്നെ ഇപ്പം 100 ആയി. അങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരുന്നു. അതുപോലെ കലിയുഗത്തിലുള്ള വർഷങ്ങളും നമുക്കറിയാം. എന്താണ്? 4,32,000 വർഷങ്ങളേ ഉള്ളൂ കലിയുഗത്തിന്, അല്ലേ? അപ്പൊ ദ്വാപരയുഗത്തിലാകുമ്പോഴത്തേക്ക് അതിന്റെ ഇരട്ടിയാണ്, 8,64,000 വരുന്നു. ത്രേതായുഗത്തിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ കലിയുഗത്തിന്റെ 3 ഇരട്ടിയാണ്. നമ്മൾ അതുകൊണ്ടാണ് ഈ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ബ്രഹ്മാവിന്റെ കാലം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ത്രേതായുഗത്തിൽ വരുമ്പോഴത്തേക്കോ 3 ഇരട്ടിയാകുന്നു. എത്ര വരും? നമ്മൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 12,96,000 വർഷങ്ങളുണ്ട്, അല്ലെ? സത്യയുഗം വരുന്നപ്പോഴത്തേക്ക് എത്രയായിരുന്നു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം 17,28,000 വർഷങ്ങളാണുള്ളത്. അപ്പം യുഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അന്തരം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ ഈ ധർമ്മതത്വങ്ങൾ മതമനുസരിച്ച് 4-ൽ 3 എന്ന അടിസ്ഥാനത്തിൽ നഷ്ടപ്പെടുകയാൽ ധർമ്മരൂപമായ കാള ഒറ്റക്കാലിൽ നിൽക്കുന്നതായി നമ്മൾ അവിടെ കണ്ടിരുന്നു. അപ്പൊ 4-ൽ 3 ഭാഗം ജനങ്ങളും എങ്ങനെയാകുന്നു? അധർമ്മികളായി മാറി. അപ്പം അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് അവിടെ നരകമായി വന്നു എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പം മ്ലേച്ഛാവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സ് പോകുന്നു എന്നുള്ളതാണ്. ഒരു ചണ്ടാലാവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സ് പോകുന്നു. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭാഗവതം എന്ത് ചെയ്യുന്നത്? കലിയുഗത്തിന്റെ ആരംഭത്തിൽ തന്നെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നൈമിശാരണ്യത്തിലെ മുനിമാർ ശ്രമിച്ച് അതിന്റെ കഥ പറയാൻ തുടങ്ങിയത്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അത് മനസ്സിലായാലും ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 26. അപ്പം ഉത്കണ്ഠാകുലരായ സർവരുടെയും നന്മയ്ക്കായിട്ട് ശ്രീമദ് ഭാഗവതം ഉപദേശിക്കപ്പെട്ടു എന്നാണ് ഇവിടെ. അങ്ങനെ ഭാഗവതത്തിന് നാന്ദി കുറിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ ഈ ഭാഗവതം നമുക്കിന്ന് എല്ലാ ഭാഷയിലും കിട്ടിയത് കൊണ്ട് ഇന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് അത് മനസ്സിലാക്കാം. അപ്പൊ പണ്ട് തപസ് ഒരുപാട് കാലം ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ട. എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട് പ്രചേതസ് എത്ര കാലമാണ് തപസ് ചെയ്തത്? അന്ന് അവന് വർഷമുണ്ട്. എത്ര വർഷം പ്രചേതസ്സുകൾ എത്ര വർഷം തപസ് ചെയ്തു? 10,000 വർഷം തപസ് ചെയ്തു. വാൽമീകിയോ 60,000 വർഷമാണ് വാൽമീകി തപസ് ചെയ്യുന്നത്. അതുപോലെ എന്നാൽ ധ്രുവൻ എത്ര വർഷമേ തപസ് ചെയ്യേണ്ടി വന്നുള്ളൂ? കൃഷ്ണ കാരുണ്യം കൊണ്ട് എത്ര വർഷം തപസ് ചെയ്യേണ്ടി, എത്ര മാസം തപസ് ചെയ്യേണ്ടി വന്നു? 6 മാസം. 6 മാസം ഭഗവാൻ പ്രത്യക്ഷനായി കൊടുത്തു, അല്ലേ? അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പരീക്ഷത്തിന്റെ ഈ കഥയിൽ കൂടി നമുക്ക് എല്ലാം വെളിപ്പെട്ട് കിട്ടുകയാണ് ഓരോന്നോരായിട്ട്. അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവാരായിരുന്നു? പരീക്ഷത്തിന്റെ ആത്മീയ ഗുരുവാരായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. കൃപാചാര്യരായിരുന്നു പരീക്ഷത്തിന്റെ ആത്മീയ ഗുരു. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ആ കഥകളെല്ലാം പഠിച്ചാൽ ഇനി അങ്ങോട്ട് പോകണ്ട. നമുക്കിനിയും ഇവിടെ കടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. പ്രതിരുദ്ധേന്ദ്രിയ പ്രാണ മനോബുദ്ധിമുപാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം. ശ്ലോകം നമ്പർ 26. പ്രതിരുദ്ധേന്ദ്രിയ പ്രാണ മനോബുദ്ധിമുപാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം. പ്രതിരുദ്ധ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ച്, അടക്കി നിർത്തി, മനസ്സിൽ പിടിച്ചു നിർത്തി എന്നൊക്കെ പറയുന്ന പ്രതിരുദ്ധ. ആരെ പിടിച്ചു നിർത്തി? ഇന്ദ്രിയങ്ങളെ. ഇന്ദ്രിയ, പ്രാണ, എന്തൊക്കെയാണ്? പ്രാണവായുവ്, അതുപോലെ മനഃ, മനസ്സ്, ബുദ്ധി തന്നെ ഉപാരതം, നിഷ്ക്രിയമാക്കി. പ്രതിരുദ്ധേന്ദ്രിയ പ്രാണ മനോബുദ്ധിമുപാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം
സ്ഥാനത്രയാത് പരം പ്രാപ്തം. സ്ഥാനം എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ത്രയാത്. ത്രയാത് എന്ന് വെച്ചാൽ മൂന്നിൽ, പരം അതീന്ദ്രിയമായ, പ്രാപ്തം സ്വായത്തമാക്കി നേടി. സ്ഥാനത്രയാത് പരം പ്രാപ്തം. അവിടെ അദ്ദേഹത്തിന് യാതൊരു ഇതുമില്ലാതെ ഇരിക്കുന്ന സ്ഥലം ശാന്തമാക്കി മാറ്റി. ബ്രഹ്മഭൂതം അവിക്രിയം. ബ്രഹ്മഭൂതം ഗുണത്തിൽ പരമപുരുഷന് സമാനമായ രീതിയിൽ അവിക്രിയം അകൃത്രികമായിട്ട് എന്ന് വെച്ചാൽ വേറൊന്നും ബാധിക്കപ്പെടാത്തത്. അകൃത്രികം എന്ന് വെച്ചാൽ മറ്റൊന്നിനാലും ബാധിക്കപ്പെടാത്തത് എന്നുള്ളതാണ്. പ്രതിരുദ്ധേന്ദ്രിയ പ്രാണമനോബുദ്ധിമുപാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. പ്രതിരുദ്ധേന്ദ്രിയ പ്രാണ മനോബുദ്ധിമുപാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഒരാളൂടെ വായിക്കാമെന്ന് പറഞ്ഞു വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. പ്രതിരുദ്രേന്ദ്രിയ പ്രാണ മനോബുദ്ധി ഉപാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം ബ്രഹ്മഭൂതം അവിക്രിയം. ഹരേ കൃഷ്ണ മാതാജി. പ്രഭു വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രതിരുദ്ധേന്ദ്രിയ പ്രാണ മനോബുദ്ധിമുപാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കാമെന്ന് പറഞ്ഞവരെല്ലാം വായിച്ചല്ല. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുവാദിക്ക് ജയ്. മുനിയുടെ ഇന്ദ്രിയങ്ങൾ, ശ്വാസം, മനസ്സ്, ബുദ്ധി എന്നിവയെല്ലാം ഭൗതിക പ്രവർത്തനങ്ങളിൽ അഥവാ ലൗകിക കർമ്മങ്ങളിൽ നിന്ന് നിരോധിച്ച് ജാഗ്രത, സ്വപ്നം, അവബോധം എന്നീ 3 അവസ്ഥകളിൽ നിന്ന് ഒഴിഞ്ഞ് ഗുണത്തിൽ പരബ്രഹ്മ തുല്യമായതും അതീന്ദ്രിയവും ആത്മജ്ഞാനവുപരമായ അവസ്ഥ ആർജിച്ച് സമാധിയിൽ നിവിഷ്ടനായി. അദ്ദേഹം തന്റെ ആ അവസ്ഥ ആരാ അവിടെ ഇരിക്കുന്നത്? ആരെ കുറിച്ചാ ഈ പറയുന്നത്? ആരെ കുറിച്ചാണ്? ശമീക മഹർഷി എങ്ങനെ അവിടെ ഇരുന്നു എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ പിടിച്ചടക്കി, ശ്വാസത്തെ പോലും പിടിച്ചു പറ്റി, മനസ്സ്, ബുദ്ധി എന്നിവയെല്ലാം ലൗകിക കർമ്മങ്ങളിൽ നിന്നും അദ്ദേഹം നിരോധിച്ചിട്ട് 3 ജാഗ്രത, സ്വപ്ന, അബോധം എന്നീ 3 അവസ്ഥകളിൽ നിന്ന് ഒഴിഞ്ഞിട്ട്, വേക്ക്ഫുൾനെസ് അല്ല അവിടെ, സ്വപ്നത്തിൽ നല്ല അങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ അതിനെയെല്ലാം പിടിച്ചിട്ട് പരബ്രഹ്മ തുല്യമായ ഗുണത്തിൽ അതീന്ദ്രിയവും ആത്മജ്ഞാനവുപരമായ അവസ്ഥ ആർജിച്ച് സമാധിയിൽ അദ്ദേഹം നിവിഷ്ടനായി എന്ന് പറയുകയാണ്. അദ്ദേഹം സമാധിയിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് എവിടെ, ഏത് രീതിയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ യഥാർത്ഥത്തിലെ മനസ്സിനെ തന്നെ പിടിച്ചു കെട്ടിക്കഴിയുമ്പോൾ പകുതിയായി അല്ലേ. ബാക്കിയുള്ളതിനെ എല്ലാം അദ്ദേഹം നിയന്ത്രിച്ചു നിർത്തി എന്ന് നമ്മളിവിടെ കാണുന്നു. അപ്പം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ സാധാരണ പരമാത്മാവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. പല രീതിയിലാണ് ഓരോരുത്തരും അവനവന്റെ ആ ഒരു യോഗസിദ്ധി പ്രാപിക്കാനുള്ള രീതികൾ നോക്കുന്നത്. ചിലരെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കും, ചിലര് പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നതിനായിട്ടുള്ള മാർഗങ്ങൾ നോക്കും. അപ്പൊ ഇവിടെ രാജാവ് അവിടെ ചെന്നപ്പം ആശ്രമത്തിലെ മുനി എങ്ങനെയായിരുന്നു ഇരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം യോഗ സമാധിയിലായിരുന്നു. ഒന്നിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാൻ വയ്യാത്ത ഒരേ രീതിയിൽ അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒരു എന്ത് പറയാം, നമുക്ക് അതീന്ദ്രിയതയെ സംബന്ധിച്ച സൈദ്ധാന്തികമായ ജ്ഞാനം, അത് ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളുടെ സമാധി പ്രാപിക്കുന്ന പ്രക്രിയ. അപ്പൊ എങ്ങനെയാണ് ശാരീരികമായ പ്രവർത്തനങ്ങളെ അതിൽ നിന്നെല്ലാം മാറി, മാനസികമായ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി എങ്ങനെ ഒരു പ്രക്രിയയിൽ അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ സമാധിയിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. അപ്പം അദ്ദേഹം യഥാർത്ഥ ആത്മസാക്ഷാത്കാരം നേടിയിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സ് അതിൽ ഭഗവാനിൽ തന്നെ അങ്ങ് എന്ത് പറയാം, ചിന്തിച്ചു കൊണ്ടേ വേറെ ഒന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വളരെ അംഗീകൃതമായ ഭക്തിയോഗ പ്രക്രിയയാണത്.
ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഇന്ദ്രിയങ്ങളെ നിരതമാക്കൽ എന്ന് 3 പ്രക്രിയകൾ. നമുക്ക് പല രീതിയിലാണ് അതുള്ളത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഭക്തിയുത സേവനത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വെക്കാൻ കഴിയും. മനസ്സും ബുദ്ധിയും എല്ലാം വിട്ടിട്ട് അഹങ്കാരവും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ മനസ്സിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും. അതുപോലെ ആത്മസാക്ഷാത്കാര പ്രക്രിയയിൽ സർവ്വതിനെയും ഉപേക്ഷിച്ചിട്ട് നമുക്ക് സമയം ഇരിക്കാൻ കഴിയും. അത് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കിതൊക്കെ സാധിക്കുന്നത്. അല്ല നമ്മളെ പദ്യമായിട്ട് ഇപ്പം അതൊന്നും നമ്മളെ കൊണ്ട് കഴിയുകയില്ല. ദ്രവ്യത്തിൽ നിന്നും ജീവസത്തകളിലേക്കുള്ള ഇന്ദ്രിയജ്ഞാനത്തിന്റെ പടിപടിയായുള്ള വളർച്ചയെ സംബന്ധിച്ച അറിവും നമ്മുടെ ഭഗവത്ഗീത ഇതാണ്. ഏത് ചാപ്റ്ററിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഏത് ചാപ്റ്ററിലാണ് നമ്മൾ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഭഗവാൻ വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ധ്യാനയോഗത്തില് അല്ലെ 6-ാം ചാപ്റ്ററിൽ നമ്മൾ എടുത്തു നോക്കുമ്പോ അറിയാം. അർജുനൻ ചോദിക്കുന്നുണ്ട്, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവത് ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം എന്ന് ചോദിക്കും. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതാണ്, ബലമേറിയതാണ്. അതിനെ നിയന്ത്രിക്കാൻ എനിക്ക് കാറ്റിനെ പോലും പിടിച്ചു നിർത്താൻ കഴിയും, പക്ഷേ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമ്മുടെ അവസ്ഥയാണത്, കഴിയത്തില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭഗവാനും അതിന് പിന്താങ്ങുന്നുണ്ട് അല്ലെ. എന്താ പറഞ്ഞു കൊടുത്തത്? അസംശയം മഹാബാഹോ മനോ ദുർഗ്രഹം ചലം അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശരിയാണത്, കറക്റ്റാണ്. പക്ഷെ അഭ്യാസേനതു കൗന്ദേയ എന്താണ്? ആ അഭ്യാസം കൊണ്ട് പിന്നെന്ത് വേണം? വൈരാഗ്യം കൊണ്ടും ഞാനത് നേടിയിരിക്കും എന്ന വൈരാഗ്യം കൊണ്ടും. വൈരാഗ്യം വളരെ പ്രധാനമാണ്. അത് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ അങ്ങോട്ട് ഭഗവാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതീന്ദ്രിയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി പോകരുതെന്നും അതുപോലെ ഭൗതികമായും ആധ്യാത്മികമായും ഉത്കർഷം നേടണമെന്നും ഒക്കെ പറയുന്നുണ്ട് അല്ലേ. പിന്നെയും അർജുനൻ ചോദിക്കുന്നുണ്ട്, ഏതന്മേ സംശയം കൃഷ്ണ ചേത്തും അർഹസ്യ ശേഷത ത്വദന്യ സംശയസ്യ ചേത്ത നാഹി ഉപപദ്യതേ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് വീണ്ടും സംശയമാണ്, എനിക്കതെല്ലാം തീർത്തു തരണം എന്ന് അർജുനൻ ഉണ്ട്. അങ്ങോട്ട് പറഞ്ഞ് ചോദ്യം ചോദിച്ചിട്ട് അപ്പൊ അർജുനന് സംശയം വരുന്നു. തിക്വാ സ്വധർമ്മം ശരണാംബുജം ഭജന്നവഖോ അധപദേ േതോ യതി എത്ര ക്വാഭാവത്രമഭൂതമിഷ്യകിം. പിന്നെന്താണ്? കോവാർത്താപ്തോ ഭജതാം സ്വധർമ്മകഥഃ. ഇതെല്ലാം ഞാൻ എഴുത്താലും ചിലപ്പോൾ ഞാൻ അങ്ങ് അത് പൂർണ്ണമാക്കുന്നതിന് മുമ്പേ പോയാൽ എന്ത് ചെയ്യും? അങ്ങനെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനും ഭഗവാൻ അവിടെ ഉത്തരം കൊടുക്കുന്നു. എങ്ങനെയുള്ള സ്ഥലത്തിരിക്കണം, ഏത് സ്ഥലത്താണ് ഇരിക്കേണ്ടത്, എങ്ങനെ എത്ര ഉയരത്തിലിരിക്കണം, എന്താണ് അവിടെ ഉപയോഗിക്കേണ്ടത്, പിന്നെ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു വരുന്നുണ്ട് അവിടെ. അപ്പൊ തപസ്യഭ്യോ യോഗി തപസ്യഭ്യോധിയോ യോഗി ജ്ഞാനിഭ്യോ വിമതോധികോ എന്നും പറഞ്ഞുകൊണ്ട് കുറേ ശ്ലോകങ്ങള് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അവിടെ. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിന് നമുക്കത് വളരെയധികം സഹായകമാകും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ഭൗതിക വിഷയങ്ങളുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയാൽ നാം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം വിസ്മരിച്ചു പോകുന്നു. നമ്മൾ ആരാണെന്ന് നമ്മൾ മറന്നു പോകുന്നു. ജ്ഞാനപ്രക്രിയ ആത്മാവിന്റെ വാസ്തവികതയെക്കുറിച്ച് സിദ്ധാന്തപരമായി അനുമാനിക്കുന്നു. അപ്പം ജ്ഞാനം കൊണ്ട് നമുക്കറിയാം, ജ്ഞാനം കൊണ്ട് നേടുന്നത് എന്താണ്, ഭക്തി കൊണ്ട് നേടുന്നത് എന്താണ് എന്നൊക്കെ നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞതാണ്. ഭക്തിയോഗം സചേതനമായ ആത്മാവിനെ കർമ്മങ്ങളിൽ നിരതമാക്കുന്നു. ഭക്തിയോഗത്തിൽ നമ്മൾ ഇതിനെല്ലാം അടച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യാതെ കണ്ണടച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. അതിനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു. സചേതനമായ ആത്മാവിനെ നമ്മൾ ഭഗവാന്റെ സേവനത്തിലാണ് നിരതമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മ മനസ്സിനെയും പിന്നെ ശ്വസന പ്രവർത്തനങ്ങളെയും അനന്തരം ക്രമേണ ബുദ്ധിയെയും അടക്കിയിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. നമുക്ക് ഇന്ദ്രിയമുണ്ട്, ആ ഇന്ദ്രിയമാണ് നമ്മളെ എപ്പോഴും വൈഷമ്യങ്ങളിൽ കൊണ്ട് പെടുത്തുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നിനോടുമുള്ള അട്രാക്ഷൻ നമുക്ക് തരുന്നത് ഈ ഇന്ദ്രിയങ്ങളാണ്. അപ്പൊ അത് മനസ്സിലേക്ക് ചെല്ലുന്നു. അപ്പൊ സൂക്ഷ്മമായ മനസ്സിനെയും പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ നമ്മൾക്ക് ആഗ്രഹം കൂടുമ്പോഴും അതുപോലെ എന്തെങ്കിലുമുള്ള അത്യാസക്തി ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? മനസ്സും ബുദ്ധിയും ഒക്കെ ചഞ്ചലമായി തീരുന്നു. അപ്പം അതിനൊക്കെ അപ്പുറത്തെത്താൻ നമുക്ക് കഴിയണം. അപ്പൊ യോഗ പ്രക്രിയയിലെ യാന്ത്രിക പ്രവർത്തനങ്ങളിലൂടെ ഇന്ദ്രിയ സംയമനം പാലിച്ച് ധ്യാനം പരിശീലിക്കുന്നത്
ശ്വസന പ്രക്രിയയെ നിയന്ത്രിച്ച് ബുദ്ധി അർപ്പിച്ച് അതീന്ദ്രിയാവസ്ഥയിലേക്ക് ഉയരുന്നു. അപ്പൊ 8 തരം യോഗ പ്രക്രിയയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനുശേഷം അതിനെ എല്ലാം കവർ ചെയ്ത് അതിനെല്ലാം കടന്നിട്ട് വേണം നമ്മൾ എവിടെ എത്തിച്ചേരാൻ, നിയന്ത്രണത്തിൽ പൂർണ്ണമായും എത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നത്. ഒരു ജീവാത്മാവ് അവിടെ എത്തുമ്പോഴത്തേക്ക് ആത്മസാക്ഷാത്കാരം, ഞാൻ ഒരു ആത്മാവാണ് എന്നുള്ള ആ പൂർണ്ണമായ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നു. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളുടെയും സമാധിയിൽ എത്തുന്ന ഈ അവസ്ഥയിൽ എത്തുമ്പോഴേക്കും എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്നും വിരാമമിടുകയും അങ്ങനെ ആ ഒരവസരത്തിലാണ് അദ്ദേഹം ഇതെല്ലാം ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു, മനസ്സിനെയും നിയന്ത്രിച്ചു, ബുദ്ധിയെയും നിയന്ത്രിച്ചു, എല്ലാത്തിനെയും ബുദ്ധി അതീന്ദ്രിയതയിലേക്ക് അർപ്പിച്ച് ഒരാത്മസ്ഥനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അല്ലാതെ അവിടെ അദ്ദേഹം വേറെ ഒരു മുനി എന്ന പേരോ എന്തൊന്നും എവിടെ ഇല്ല. അവിടെ ആത്മാവിൽ തന്നെ ലയിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് രാജാവ് മുനിയെ ദർശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ആദ്യം നമുക്ക് ഉറക്കത്തിൽ പോലും ജാഗ്രതയായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്, സ്വപ്നാവബോധം വരുന്ന അവസ്ഥയുണ്ട്, പിന്നെ നമ്മൾ ആദ്യമേ ബോധത്തിൽ നിന്നാണ് ഇങ്ങനെ പോകുന്നത്, പിന്നെ സുഷുപ്തിയുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിനെല്ലാം അതൊക്കെ നമ്മുടെ സാധാരണ മനസ്സിൽ ഉണ്ടാകുന്നത് ഡെയിലി നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിനെ നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കാൻ, ഇതൊക്കെ നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് എങ്ങനെയാണ്? അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ഗൃഹ്യതേ. ഇത് 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ദിവസേന ഇത് അഭ്യാസം ചെയ്യുകയും അത് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വൈരാഗ്യത്തോടു കൂടി അതിൽ പെടുകയും ചെയ്യുന്നവർക്ക് അത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും അദ്ദേഹം എങ്ങനെയായി ഇരുന്നത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. അപ്പൊ അദ്ദേഹത്തെ യാതൊന്നും പരമപുരുഷന് സമാനമായിട്ട് ഒന്നും തന്നെ ബാധിക്കാത്ത രീതിയിൽ അദ്ദേഹം അവിടെ ഇരുന്നു. അതുപോലെ ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിപ്രകീർണ ജടാച്ഛന്നം രൗരവേണാജിനേന ച വിശുഷ്യതാലുരുദകം യഥാഭൂതമയാച്ചത. വിപ്രകീർണ ജടാച്ഛന്നം, വിപ്രകീർണ എന്ന് പറഞ്ഞാൽ പ്രകീർണമായിരിക്കുന്ന, എന്ന് വെച്ചാൽ യാതൊരു ഒരു മറ്റൊന്നിനും അവിടെ പ്രാധാന്യം ഒന്നും ഇല്ലാതെ മാന്തൂല് ധരിച്ചിരിക്കുകയാണ് അദ്ദേഹം അല്ലെ. വിപ്രകീർണമായിട്ടുള്ള സർവവും അങ്ങനെ പ്രകീർണമായിരിക്കുന്ന ജടാച്ഛന്നം, ജടാധാരിയായിട്ട് രൗരവേണാജിനേന ച. രൗരവേണ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, മലയാളത്തിലും പറയും അല്ലെ. മാനിന്റെ തോല് ധരിച്ചിരിക്കുന്നു. ആജിനേന തോലാൽ, മാനിന്റെ തോലുകൊണ്ട്, ചവും വിശുഷ്യത എന്ന് പറഞ്ഞാല് വിശുഷ്യത്താലു രുദകം എന്നാണ് പറഞ്ഞത്. വിശുഷ്യത എന്ന് പറഞ്ഞാൽ വരണ്ട ഉണങ്ങിയ, താലു അണ്ണാക്ക്, ഉദകം ജലം, തഥാഭൂതം ആ അവസ്ഥയിൽ അയാചത ആരാഞ്ഞു. അപ്പം രാജാവിടെ ചെല്ലുന്നത് തൊണ്ട വരണ്ട് വെള്ളം കിട്ടാൻ വേണ്ടി. അദ്ദേഹം ഇരിക്കുന്നതോ ഇതിനെ എല്ലാം കവർ ചെയ്തിട്ട് ഇതിലൊന്നും യാതൊരു ചിന്തയും ഇല്ലാതെ എന്താണ് തീർച്ചയായും വൈരാഗ്യത്തിന്റെ പരമകോടിയിൽ അതിനെ അർപ്പിച്ചുകൊണ്ട്, തന്നെ അർപ്പിച്ചുകൊണ്ട് ആ ഭാവത്തിൽ അവിടെ ഇരിക്കുകയാണ്. വിപ്രകീർണ ജടാച്ഛന്നം രൗരവേണാജിനേന ച വിശുഷ്യത്താലുരുദകം തഥാ ഭൂതമയോച്ചത. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കാത്തവര് ഹരേ കൃഷ്ണ. ഈ ഗ്രൂപ്പിൽ വായിക്കാൻ ആർക്കും ഹരേ താല്പര്യം? കൃഷ്ണ മാതാജി. വായിച്ചോട്ടെ മാതാജി. ഒരിക്കലും നമോ ഭഗവതേ വാസുദേവായ. വിപ്രകീർണ ജടാച്ഛന്നം രൗണവേണാജിനേന ച വിശുഷ്യത്താലുരുദകം തഥാ ഭൂതമയാചത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്റെ മറ്റേ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ വായിക്കാന് ഓരോരുത്തരും അങ്ങ് തയ്യാറാണ്. ഇവിടെ ആണെങ്കിൽ വായിക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ നമ്മള് ബ്രാഹ്മണരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. ബ്രാഹ്മണരെന്ന് പറയുമ്പോഴേ അവരാരാണ്? പഠനം, പാഠനം, യജനം, യാചനം, പ്രതിഗ്രഹം, ദാനം, ഇത്രയും കാര്യങ്ങളിൽ പൂർണ്ണത നേടിയവരെയാണ് നമ്മള് ബ്രാഹ്മണർ എന്ന് പറയുന്നത്.
ഇന്നത്തെ ബ്രാഹ്മണരെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ബ്രാഹ്മണർക്കെല്ലാം ഇതറിയാമോ എന്ന് ചോദിച്ചാൽ ഇതല്ല, യഥാർത്ഥ ബ്രാഹ്മണന്റെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്നുകൂടി പറഞ്ഞ മാതാജി. പിന്നെ പഠനം. പഠനം എന്ന് വെച്ചാൽ വേദശാസ്ത്രങ്ങളിൽ ജ്ഞാനമുള്ളവനായിരിക്കണം ഒരു ബ്രാഹ്മണൻ. പഠനം എന്ന് പറയുന്നത് അതാണ്. വേദശാസ്ത്രങ്ങളിൽ ആഭിമുഖ്യമുള്ളവൻ, വേദശാസ്ത്രങ്ങളിൽ ജ്ഞാനമുള്ളവനായിരിക്കണം പഠനം. പാഠനം എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവനായിരിക്കണം. പാഠനം ഒരു ദീർഘത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ യജനം, വിഗ്രഹപൂജയിലും വൈദികാചാരങ്ങളുടെ നിർവഹണത്തിലും വിദഗ്ധനായിരിക്കണം. വിഗ്രഹപൂജ ചെയ്യുന്നതിനെ ഇപ്പൊ നമുക്കാണെങ്കിൽ വിഗ്രഹപൂജ ചെയ്യുമ്പം അത് ഇതാണോ, പല സംശയം നമ്മുടെ മനസ്സിൽ വരും. ആ പൂ ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ ഇങ്ങനെ വിളക്ക് കൊളുത്താമോ, 2 തിരി വേണോ, ഒരു തിരി മതിയോ, ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഒരു ബ്രാഹ്മണന് അതിലൊക്കെ സെൽഫ് സഫിഷ്യന്റ് ആണ്, എല്ലാ കാര്യങ്ങളും അറിയാം. കാരണം ജനിക്കുമ്പോ തൊട്ടേ ഇത് കണ്ട് പഠിക്കുന്നതാണ്. പിന്നെ യാചനം, അവിടെ ഒരു ദീർഘത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ക്ഷത്രിയർക്കും ശൂദ്രർക്കും വൈശ്യർക്കും വേണ്ടി എന്ത് ചെയ്യണം? വൈദികാചാരം നിർവഹിക്കണം. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ക്ഷത്രിയ വൈശ്യ ശൂദ്രരൊക്കെ അവരുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും, ഇന്നിപ്പോ അത് അതൊന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ ബ്രാഹ്മണന്മാരെല്ലാം ബാങ്ക് മാനേജർമാരാണ്, അതുകൊണ്ട് അവർക്കാർക്കും അതിന് സമയമില്ല. പക്ഷേ ബ്രാഹ്മണരാണ് ഈ 3 വർഗക്കാരുടെ പൂജകളെല്ലാം നടത്തി കൊടുക്കേണ്ട വൈദികാചാരങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട ചുമതല അവരിലായിരുന്നു. പിന്നെ പ്രതിഗ്രഹം എന്ന് പറയുമ്പോഴേ നമ്മൾ കൊടുക്കുന്ന എന്താണ് എന്ത് പറയുക, അതിനെ ദക്ഷിണ സ്വീകരിക്കുക അല്ലെ. നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ സ്വീകരിക്കുക, സംഭാവനകൾ സ്വീകരിക്കുക. അപ്പം ഒരു ബ്രാഹ്മണൻ വീട്ടിൽ വന്ന് പൂജ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ദക്ഷിണയൊക്കെ സ്വീകരിക്കുക. പിന്നെ കിട്ടുന്നത് ഒരുപാട് കിട്ടിയെന്നിരിക്കും, ആ കിട്ടിയതിൽ നിന്ന് ദാനം എന്ന് പറയും. പ്രതിഗ്രഹം കഴിഞ്ഞാൽ പിന്നെ ദാനം എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിൽ നിന്ന് ആവശ്യമുള്ളത് സൂക്ഷിച്ചിട്ട് ബാക്കിയുള്ളത് ദാനം ചെയ്യുക. അപ്പം പഠനം, പാഠനം, യജനം, യാചനം, പ്രതിഗ്രഹം, ദാനം, ഇത്രയുമാണ് അവരുടെ പ്രത്യേകതകൾ. അപ്പൊ അവരെയാണ് സമൂഹത്തിൽ ഏറ്റവും ഭഗവാനുമായിട്ട് അടുത്തവരെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇദ്ദേഹം അങ്ങനെയല്ല. അത് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ സമയത്ത് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഭഗവാനിലേക്ക് അങ്ങ് ലയിച്ചിരിക്കുക, ആത്മാവിലേക്ക് സെൽഫ് സഫിഷ്യന്റ് ആയി ആത്മാവിൽ ഉറച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ധ്യാന നിമഗ്നായ ഋഷി മാന്തോൾ ധരിച്ച് ജടകെട്ടിയ നീണ്ട മുടി ദേഹമാസകലം ചിതറിയ നിലയിൽ കാണപ്പെട്ടു. ദാഹിച്ചു തൊണ്ട വരണ്ട രാജാവ് അദ്ദേഹത്തോട് ജലം ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജാവ് അവിടെ ചെല്ലുന്നത് വളരെ ദാഹിച്ചു വരഞ്ഞിട്ടാണ് ചെന്നത്. ആ സമയത്ത് അല്പം ജലം ആവശ്യപ്പെടുന്നു. ആ സ്ഥലത്തിന്റെ രാജാവാണ്. അദ്ദേഹത്തിന് അത് ആവശ്യപ്പെടാനുള്ള ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. അതാണ് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടു. രാജാവും ഭഗവാന്റെ ഒരു മഹാഭക്തൻ കൂടിയാണ് അല്ലേ. അതിലും വലിയ ഭക്തനാണ്. എന്തുകൊണ്ട്? ഭഗവാനെ സ്വയം കണ്ട ആളാണ് ആര്? രാജാവ്. അപ്പൊ സമാധിയിൽ നിവിഷ്ടനായ ഋഷിയോട് ജലം ആവശ്യപ്പെട്ടത് തികച്ചും വിധിവിഹിതമാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്തതല്ല. പക്ഷെ ആ സന്ദർഭം ഭക്തനെ മായ കൊണ്ട് മൂടിക്കുകയില്ല എന്ന് പറയുമ്പോഴും ഭഗവാനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് അവിടെ അത് പ്രയോഗിച്ചു. അപ്പം വിധിവിഹിതമായിരുന്നു. അല്ലാത്ത പക്ഷം അത്തരമൊരു അസാധാരണമായ സംഭവത്തിന് യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് ശ്രീമദ് ഭാഗവതം വെളിപ്പെടുത്താനായി അങ്ങനെ കുഴപ്പം പിടിച്ച ഒരു അവസ്ഥയിലേക്ക്, ഒരു അരോചകമായ അവസ്ഥയിലേക്ക് അവിടെ ആ മുനിയെ തള്ളിവിട്ടു എന്ന് പറയുന്നു. അപ്പൊ മുനിയല്ല, രാജാവിനെ തള്ളിവിട്ടു എന്നിവിടെ. പരീക്ഷിത് മഹാരാജാവിന് ഇങ്ങനെ ഒരു അവബോധത്തിലേക്ക് കൊണ്ടുപോകേണ്ട, അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തിനവിടെ തള്ളിവിട്ടു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭക്തി എന്ന് പറയുന്നത് പല രീതിയിൽ ഭക്തന്മാർ ഭക്തിയെ കാണുന്നു വെച്ചാൽ ഇദ്ദേഹം പരീക്ഷിത് മഹാരാജാവ് ഉണ്ടായ സമയം തൊട്ട് ആ സമയം തൊട്ട് ആരെ കണ്ടാലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പരീക്ഷിത് എന്ന പേര് പോലും കിട്ടിയത്. അപ്പൊ എന്തുകൊണ്ട്? ആരെ കണ്ടാലും അന്ന് കണ്ട രൂപമാണോ എന്നുള്ള ശ്രദ്ധയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത്. ഭക്തന്മാരെ എങ്ങനെയാണ് ഭഗവാനെ നമ്മൾ ഭഗവാനെ പല രീതിയിൽ ശ്രദ്ധിക്കും. അതിന് പല പേരും പറയും. രുദന്തി, ഹസന്തി, നന്ദന്തി, വദന്തി എന്ന പല പേരിലാണ്
നമ്മള് ഭഗവാനെ കാണുന്നതിന് വേണ്ടി ഭക്തന്മാരുടെ മനോഭാവം എന്ന് പറയുന്നത്. ഇപ്പം ചില സമയത്ത് എപ്പോഴും കൃഷ്ണന്റെ ആ ഭാവം എപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കും. ശുദ്ധ ഭക്തന്മാരുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകും. അവിടെ പ്രേമ ലക്ഷണങ്ങൾ ഉടലെടുക്കും. ഭഗവത് പ്രേമ ലക്ഷണങ്ങൾ, പ്രേമം ഇങ്ങനെ ഉച്ചത്തിലാകുമ്പോൾ ഭഗവാനെ കുറിച്ച്. ഇവിടെ പക്ഷെ ധ്യാന നിമഗ്നനായിരുന്നു അദ്ദേഹം. പക്ഷെ ഭക്തനാണെങ്കിൽ എങ്ങനെയാണ്? കൂടുതലും ഭക്തിയിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യും? രുദന്തി, എനിക്കിപ്പോഴും കൃഷ്ണനെ കാണാനാകുന്നില്ലല്ലോ, എന്ത് ചെയ്യും? ഒരു ദിവസം കൂടി കടന്നുപോയല്ലോ എന്റേത്, ഞാൻ എപ്പോഴാ വിട്ടുപോകുന്നറിയില്ല, ഒരു ദിവസം കൂടി കടന്നുപോയല്ലോ, എനിക്കിപ്പോഴും ഭഗവാനെ കാണാനാകുന്നില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരവസ്ഥയെ നമ്മളെ രുദന്തി ഭാവം എന്ന് പറയും. രുദന്തി, അത് ഞാൻ എന്ത് ചെയ്യും, ആരോട് അന്വേഷിക്കും? അങ്ങനെയൊക്കെ ചില ഭാവങ്ങൾ നമ്മൾ ആരിൽ കണ്ടു അവിടെ കാണാൻ കഴിഞ്ഞു? നമ്മള് ഗോപികമാരിൽ ആ ഭാവം കാണാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ തനിയെ ഇരുന്നു കൊണ്ട് അവരെ കളിയാക്കിട്ട് പോലും നിസ്സംഗ ഭാവത്തിൽ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇപ്പൊ പറയും, കുറെ കഴിയുമ്പോൾ ആ ഭക്തൻ പറയും, യോ രാത്രി എത്രയോ വൈകിയിരിക്കുന്നു, ഇത്ര നേരമായിട്ടും എനിക്ക് കൃഷ്ണനെ കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന അവസരത്തിൽ എന്ന് വെച്ചാൽ ഓരോ ഭാവങ്ങളാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഹസന്തി, ചിരിച്ചുകൊണ്ട്. അപ്പം ഭഗവാൻ അവരുടെ മനസ്സിൽ തോന്നിക്കുകയാണ്, ഭഗവാൻ അടുത്തുള്ള വീട്ടിൽ നിന്ന് വെണ്ണ മോഷ്ടിക്കുന്നുണ്ടെ അവര് വീട്ടുകാർ എഴുന്നേക്കുന്നു. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആരവിടെ ചോദിക്കുമ്പോഴത്തേക്ക് കൃഷ്ണൻ അവിടെ നിന്ന് കൂട്ടുകാരുമായിട്ട് കടന്നു കളയുന്ന ആ ഭാവവും ഒരു ഭക്തന്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോഴവൻ ചിരിക്കും. അതിനെ ഹസന്തി എന്ന് പറയും. പിന്നെ കൃഷ്ണൻ തന്റെ അതീന്ദ്രിയ രൂപം വെളിപ്പെടുത്തുമ്പോൾ ഭക്തനെ അത്യുന്നതമായ ആത്മോത്കർഷം, എന്താ പറയാ, ആനന്ദഭാവത്തിൽ ചെന്നുപെടും. അപ്പൊ അതിനെ നമ്മളെ നന്ദന്തി എന്ന് പറയും. അപ്പൊ പല ഭാവങ്ങളാണ് നമുക്കൊരു ഭക്തനെ സംബന്ധിച്ച് മനസ്സിൽ വരുന്നത്. ഇനിയും വദന്തി എന്ന് പറയും. ഭക്തൻ ഭഗവാനോട് പറയുന്നു, കൃഷ്ണ, എത്ര നാളുകൾക്ക് ശേഷം അങ്ങേ ഞാൻ നേടി എന്നും പറഞ്ഞ് വില്വമംഗലമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഓടി ചെന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കുന്ന അവസ്ഥ. പിന്നെ ആരായിരുന്നു, ഞാൻ പേര് മറന്നുപോയി, ഒരു ഹിന്ദി കവി, ഹിന്ദി കണ്ഠനായ ഒരു കവി, ഞാൻ പേര് കിട്ടുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? കൃഷ്ണനെ കാണണമെന്ന് പറഞ്ഞപ്പോ കൃഷ്ണനെ, അന്ധനാണ്, കഥകൾ എഴുതി പാട്ടും പാടി നടക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഓടി വന്ന് കൃഷ്ണൻ അങ്ങ് പ്രത്യക്ഷനായപ്പോ എന്ത് ചെയ്തു? ഇദ്ദേഹം സൂത്രം പ്രയോഗിച്ചിട്ടാണ് കാണില്ലെങ്കിലും ഇദ്ദേഹം കെട്ടി അങ്ങ് വിളിച്ചു കൃഷ്ണനെ. അപ്പൊ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴേ കൃഷ്ണനല്ലേ, ഏത് ഭാവത്തിൽ വേണേലും ഓടിപ്പോവാൻ കഴിയും. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്ന് അങ്ങ് പ്രത്യക്ഷന. അപ്പൊ പറയും, ആഹാ കൃഷ്ണ, നീ എന്റെ ഇന്ന് ഓടിപ്പോയി ഇല്ലേ? ഇത് തീർച്ചയായിട്ടും നിന്നെ ഞാൻ എൻ്റെ മനസ്സിനകത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അവിടുന്ന് നിന്നെ ഞാൻ വിടില്ല. അത് തന്നെയാണ് ആരും പറഞ്ഞത്? വില്വമംഗലം പറഞ്ഞു അല്ലെ? ഇപ്പൊ ചൗരാഷ്ടകം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ചൗരാഷ്ടകത്തിൽ പറയുന്നില്ലേ, നിന്നെ ഞാൻ എൻ്റെ മനസ്സിനകത്തുള്ളിൽ ബന്ധിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത്. ആ ഭാവത്തിനെ നമ്മള് എന്ത് പറയും? വദന്തി എന്ന് പറയും. അപ്പൊ ഒരു ഭക്തനായാൽ തൻ്റെ എല്ലാ ഭാവങ്ങളെയും അതുപോലെ ഇന്ദ്രിയങ്ങളെയും കൃഷ്ണനാകുമ്പോൾ കൃഷ്ണനെ തന്നെ മനസ്സിൽ മുടിയിക്കുമ്പോൾ നമ്മൾ ഭൗതികാവസ്ഥയെ സാധാരണ ഒരു ഭക്തൻ ജയിച്ചു കഴിഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ കൂടി വരുമ്പോൾ അതിജീവിക്കാൻ കഴിയും. അപ്പൊ അവിടെ അലൗകികമായിരിക്കും. അതിനെ അലൗകിക ഭാവം എന്ന് പറയും. മാംസയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ, എന്താണ്? സഗുണാൻ സമതിത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഭക്തൻ ഭക്തിന്മാദത്താൽ ഭഗവത്ഗീതയൊക്കെ അനുകരിക്കും. ഞാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞ് ഇത് പിടിക്കുക, എന്താണ്, വേണു ഊതുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭാവങ്ങൾ, അതൊക്കെ നമ്മളിലല്ല, സാധാരണ ഭക്തന്മാരിലല്ല, അത്യുന്നത ഭക്തന്മാരിൽ വരുന്ന ഭാവപ്രകടനങ്ങളാണ്. അവര് കൃഷ്ണനെ അനുകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിനെ അനുശീലയന്തി എന്നും പറയും. അപ്പൊ പല ഭാവങ്ങളാണ് ഒരു ഭക്തന്റെ മനസ്സിൽ എടുക്കുന്നത്. അപ്പൊ ഭക്തനും യോഗിയും തമ്മിൽ അല്പ വ്യത്യാസമുണ്ട്. എന്താണ് ഭക്തനും യോഗിയും തമ്മിലുള്ള? യോഗി എന്ത് ചെയ്യുകയാണ്? തൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം, ഭക്തി യോഗത്തിലും അത് നടക്കും, ഇന്ദ്രിയങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? തൻ്റെ അവസ്ഥകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് താൻ അതിൽ തന്നെ യാതൊരു ചിന്തകളും ഇല്ലാതെ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ്. മറ്റിടത്ത് എന്താണ്? അവിടെ കളികളും ലീലകളും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും, ഭഗവാനെ കിട്ടിയില്ല എന്നുള്ള ചിന്തയും അങ്ങനെയും ഉണ്ട്. അപ്പൊ ഒരു ഭക്തന്റെ മനസ്സെങ്ങനെയാണ് അവിടെ ചാഞ്ചാടുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ ഭക്തനും ഒരു യോഗതലത്തിലെത്തുമ്പോഴുള്ള വ്യത്യാസവും ഭക്തന്റെ വ്യത്യാസവുമാണ് പറയുന്നത്. ഇതൊന്നും നമ്മളുടെ അല്ല, നമ്മൾക്കിതൊന്നും ചിന്തിക്കാനും ആയിട്ടില്ല, നമ്മൾ അങ്ങനെയൊന്നും എത്തിയിട്ടുമില്ല.
അതൊന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ സാധാരണ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്, നമുക്ക് എന്താണ് നമ്മുടേതായ കടമ, എന്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്, ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഭഗവാനെ കിട്ടാനായിട്ട്? ഒന്നും ചെയ്യുന്നില്ലേ? നാമം ജപിക്കും, ഭക്തിയുടെ സേവനം. ഹരേ കൃഷ്ണ മാതാജി. ഭക്തിയുടെ നാമം സേവനം ജപിക്കും. ചെയ്യും. ഭക്തിയുടെ നാമം ജപിക്കുന്നു, അത് മതി. ഭക്തിയുടെ സേവനം ചെയ്ത് നാമജപവും ഉണ്ടെങ്കിൽ ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലവു നാസ്തിയേവ നാസ്തിയേവ എതിരെ, അല്ലേ? അപ്പൊ നാമജപവും അതുപോലെ പിന്നെ അതിനോടൊപ്പം നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളും അതുപോലെ ഭാഗവത വിധിയോ അതൊക്കെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ഉണങ്ങിയ സ്ഥലത്ത് അല്പം വെള്ളം ഒഴിക്കുന്നത് പോലെയാണെന്ന് പറയും. ഉണങ്ങിയ സ്ഥലത്ത് കൊണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അപ്പടെ അത് മാറിപ്പോകില്ലേ? അതുപോലെ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയാവില്ല. നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് അല്പം അറിവ് നമ്മൾ നേടിയെടുക്കണം. ആ അറിവ് അല്ലാതെ നമുക്ക് പൂർണ്ണമായ അറിവ് നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ അറിവ് നേടിയെടുത്തുകൊണ്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ. നമുക്ക് സമയമായി, നമുക്കിവിടെ നിർത്താം. പ്രഭു ഇന്ന് ഭയങ്കര പ്രോഗ്രാമിലാണ്, വേഗം നിർത്താൻ കഴിയും. ഹരേ കൃഷ്ണ. എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ടോ? എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ? അതിലൊക്കെ പോകുന്നുണ്ടോ എല്ലാവരും? ഹരേ കൃഷ്ണ. പോകുന്നുണ്ട് മാതാജി പോകുന്നുണ്ട്. ഹരേ കൃഷ്ണ.